എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന ലിങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള, അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിനായിട്ട് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സ്പോർട്സ് കോട്ടയിലുള്ള അവസാനത്തെ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്ഥിര പ്രവേശനമാണ്, അത് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും സഹിതം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് എടുത്തു നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ച് നിങ്ങൾ പ്രവേശനത്തിന് ഹാജരാകേണ്ട ദിവസവും സ്കൂളും പ്രവേശനത്തിന് വേണ്ട രേഖകളും കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിര പ്രവേശനം ആണ് എടുക്കേണ്ടത്. നിങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ അതായത് അവസാനത്തെ അലോട്ട്മെൻറ്റാണ് സ്പോർട്സ് കോട്ടയിലേത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജൂലൈ 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് തന്നെ സ്കൂളുകളിൽ അഡ്മിഷൻ ഹാജരാവേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1-ാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ് എടുക്കുന്നത് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് രേഖപ്പെടുത്തി നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അതിൽ സിഗ്നേച്ചർ ഇടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അത് SSLC, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, സ്കോർ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്പോർട്സ് മികവുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ എന്നിവ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകുന്നത്, അതായത് SSLC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് നൽകിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂളിൽ നിന്ന് അത് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് വഴി പരിശോധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് നിങ്ങളുടെ TCയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.